കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ നമ്മൾ അവധിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ബിനോയ് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിനോയ്ക്ക് ചൂണ്ടിടാനുള്ള ലൈസൻസ് ഉണ്ട്, ഞങ്ങൾ എടുത്തിട്ടില്ല, എടുക്കണം. അപ്പോൾ ബിനോയുടെ ലൈസൻസ് വെച്ചപ്പോൾ ഞങ്ങൾ അന്നാ ചൂണ്ടിടാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ചൂണ്ടിടാൻ ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോണതാണ് നമ്മൾ. 1-2 സ്പോട്ടുകളുണ്ട്. ഒരു സ്പോട്ടിൽ ഇപ്പോൾ ഞങ്ങൾ വന്നു നിലവിൽ. അപ്പോൾ ഒരു അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മീൻ പിടുത്തമായിട്ട് ഇറങ്ങിയേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മീൻ പിടിക്കണം, അവിടെ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിക്ക് ഉള്ള വഴിക്കാഴ്ചകളും എല്ലാം കാണിക്കാം. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സമ്മറിലോട്ട് കിടക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഒരു സുഖമുള്ള ക്ലൈമറ്റുകളാണ്. തൊട്ട് ഫ്രണ്ടിൽ പോണത് ബിനോയുടെ RAV4, അതിൻ്റെ ഫ്രണ്ടിൽ അജിലിൻ്റെ RAV4, പിന്നെ നമ്മുടെ പുലിക്കുട്ടൻ നിസാനും ആണ്. ഇത് റെയിൽസ്റ്റോൺ ടൗൺ ആണ്. ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ മീൻ പിടിക്കാൻ പോകണം, ഫിഷിങ്ങിന് പോകണമെന്ന്. തണുപ്പും മഴയും അതെ തന്നെ, തണുപ്പും ഉണ്ടായി, മഴയും കാറ്റും ഇപ്പോഴും ഉണ്ട്, ചെറുതായിട്ട് ചെറിയൊരു തണുപ്പും ഉണ്ട്. മഴക്കാരുണ്ട്, ഇന്ന് മഴക്കാരുണ്ട്. പക്ഷെ വൈകിട്ടാന്ന് തോന്നുന്നു അല്ലേ. നീ നോക്കിയായിരുന്നു? രാത്രിയാ മഴ കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം, ഒരു രസം. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഇന്നിങ്ങനെ ഇരിക്കാല്ലേ. അപ്പോൾ പോയി നോക്കാൻ തിരിച്ചു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് പോയി മീൻ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാമെന്നുള്ള പരിപാടിയിലാണ് ഇരുന്നത്. ഇന്നത്തെ ഈ പോക്ക് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ലൈസൻസ് എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ പോകുന്ന വഴിക്ക് കങ്കാരുകളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്, ഒരു പാർക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കങ്കാരുക്കളെ ഞാൻ നല്ല അടുത്ത് കാണിക്കാം. ഇതാട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് മരുമോളെ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് പോണേ. ഇതാണ് റെയിൽസ്റ്റോൺ ഹോസ്പിറ്റൽ. ഇതിങ്ങനെ സ്ട്രെയിറ്റ് വഴിയാണ്. പോണ വഴിക്ക് ഫാമുകളും അങ്ങനെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം വഴി കാണിച്ചിട്ടുണ്ട് കുറച്ചിടയെന്ന് തോന്നുന്നു ഏതോ ഒരു വീഡിയോയിൽ. ഇത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്, പക്ഷെ ഇവിടെ ട്രെയിൻ ഇല്ല ഇപ്പോൾ. ഇവിടെ കങ്കാരും പിന്നെ മറ്റേ സാധനത്തിന്റെ പേര് എന്തുട്ടാ പൊന്നു, വേറെ സാധനം ഉണ്ടല്ലോ, കുവാള. കുവാള കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൽ പോയപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കുവാള. പക്ഷെ നമ്മളെ അനക്കം ഇത് കാണുമ്പോഴേക്കും ആ സാധനം ഓടിപ്പോകും അല്ലേ. അന്ന് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയപ്പോഴത്തോട്ട് അത് അതിന് വലിയ സ്പീഡിൽ ഓടാൻ പറ്റില്ല, എന്നാലും നല്ല രസം അത് പോകണം കാണാനായിട്ട്. കുണുങ്ങി പശുക്കളൊക്കെ കുറേ നിൽക്കുന്നുണ്ടല്ലോ അവിടെ. കയാക്കിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പോണ സ്പോട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു. കയാക്ക കണ്ടോ, ഒരു അമ്മിച്ചിയാണ് കയാക്കയും കൊണ്ട് പോയിട്ട് വരുന്നത്. ഇവിടെ പണികൾ പാളിയെന്ന് തോന്നുന്നു ഗൈസ്. മഴ 11 മണിക്ക് രാത്രിയാണ് കാണിച്ചത്. ഇപ്പോൾ സമയം 2:15 മഴ തുടങ്ങി. അപ്പോൾ പണി പാളുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും പോയി നോക്കാം. നമ്മുടെ വീട് ഇതാ മലയുടെ താഴെ കേട്ടോ. നമ്മൾ നേരത്തെ റെയിൽ സ്റ്റോണിൽ പോയത് കൊണ്ടാണ് ഇച്ചിരി ദൂരമായിട്ട് തോന്നുന്നത്. ആ മലയുടെ അവിടെ നമ്മുടെ വീടിന് അവിടുന്ന് എളുപ്പത്തിന് ഇങ്ങനെ വരാവുന്നതുള്ളൂ. പക്ഷെ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ അവിടേക്ക്. സ്പീഡിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇത് ഇവിടുത്തെ എന്താ പറയാ, സിമിട്രിയാണ്. നമ്മുടെ അൽമാക്കളൊക്കെ അവിടെയുണ്ട്. അവരുടെ അടുത്തെത്തിയപ്പോഴാണ് മഴ വന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അവിടെ എത്തുമ്പോഴേക്കും മഴ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസം ഓരോ നാട്ടിൽ നിന്നുള്ളൊരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു, നിങ്ങൾ പോകുന്ന വഴികളൊക്കെ ഒന്ന് കാണിക്കുക, ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ വഴികൾ ഒരുപാട് ഇടുമ്പോൾ ബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം വഴികൾ ഇടാറില്ല. മഴ വേണോണ്ട് സൗണ്ട് ക്ലിയർ ആണോ ഒന്നും അറിയില്ല കേട്ടോ, വോയിസ്. അപ്പം ഇന്ന് ഈ വഴികളൊക്കെ അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ വഴിയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ മഴ അത് ചടിച്ചു. ഇവിടെ ഈ മരത്തിനൊക്കെ ഇല ആയി വരുന്നുള്ളൂ അല്ലേ.
ആ ഇതിപ്പോ ചില മരമൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം വിലയായി. അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ മരത്തിന്റെയും വിലയൊക്കെ ആവും. കാരണം നല്ലോണം സമ്മറാവും. ഈ പശുക്കളൊക്കെ നോക്കി മഴ നനഞ്ഞൊക്കെ നല്ല പുല്ലുരീതിയാണല്ലോ മഴ നനഞ്ഞ്. ഇപ്പൊ മഴ ആയതുകൊണ്ട് കങ്കാരുവിനെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂവാളനെ കണ്ടത് അല്ലേ? ആ ഇവിടെ വെച്ചത് ഇതേപോലത്തെ ഒരു പുല്ലിന്റെ ഇടയിലേക്ക് കയറിപ്പോയത്. പുല്ലല്ല, ആ സൈഡ് അകത്തോട്ട് കയറിപ്പോയി. ആ ഇതേപോലെ ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു. ഇതിപ്പോ മഴ, അതെ ഇവിടെ മഴ ഇല്ല, മാത്രമേ മഴയുള്ളൂ. ചെറുതായിട്ട് അത് ഇനിയിപ്പോ അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോ ഇവിടെ കങ്കാരുകളുണ്ടായിരുന്നു. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഒരൊറ്റ എണ്ണത്തിനും കാണുന്നില്ലല്ലോ. വണ്ടി പാർക്ക് ചെയ്ത് നോ എൻട്രി. പക്ഷെ ഇതിലെ വണ്ടികൾ ആൾക്കാർ കയറ്റി മേളിൽ ചെന്നിട്ടുണ്ട്. വണ്ടി ഞാൻ കണ്ടായിരുന്നു ഞങ്ങളവിടെ. ഇതേ കിടക്കണൊക്കെ വണ്ടികൾ അധികം വണ്ടികളില്ല. അത് പാർക്കാണ്, ക്യാമ്പിംഗ് ആണ്. എവിടെയോ അതെ ഇവിടെയുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഈ കല്ലിന്റെ മേളിൽ കൂടെ പിള്ളേര് ഒരു പാറയുണ്ട്, അതിന്റെ മേളിൽ ഞങ്ങൾ കയറിയിരുന്നു. വന്ന് അവിടെ നിന്ന് ഞാൻ മൊത്തം കാണുക. അത്രയും വലിയൊരു ഹൈറ്റിലൊരു പാറ. ആൾക്കാർ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് സൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ചെയ്യണവരപ്പോ ഇവിടെ നിൽക്കുന്നത്. അല്ല, അത് പല പല ഇതുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കയറിയത്, മലയുടെ മേളിൽ. ഇതിപ്പോ നമ്മൾ വണ്ടി ആ പുഴ ലേക്കിന്റെ അവിടെ വരെ എത്തി. മറ്റേത് ഞങ്ങൾ താഴെ വണ്ടി ഇട്ടിട്ട് നമ്മള് ഇവിടേക്കാ പോണേ. അവിടെ വരെ ഉള്ളു വഴി. അവിടെ വരെ ഉള്ളു. കണ്ടു, ഇവിടെയൊക്കെ ക്യാമ്പിങ്ങിന്റെ വണ്ടിന്റെ മേളില് ക്യാമ്പ്, പിക്നിക് ഏരിയ. ഇവിടെയാ പിക്നിക് ഏരിയ. നമ്മള് ലേക്കിലെത്തി. ഇവിടെ കയാക്കൊക്കെ ഉണ്ട്, വണ്ടികളുണ്ട്. രണ്ട് ചാടാനായിട്ട് ട്യൂബൊക്കെ രണ്ട് കയാക്ക് അവിടെ കിടക്കുന്നുണ്ട്. സൈഡില് കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ ചൂണ്ടിടാൻ വെള്ളത്തിൽ വരെ ഇറങ്ങാൻ പറ്റും തോന്നുന്നത്. ആൾക്കാർ ട്യൂബൊക്കെ ആയിട്ട് അതിലങ്ങളിൽ ഇവിടുത്തെ ഇടാൻ പറ്റില്ല. അവിടെ വഴിയാ. ആ ശരിയാ. ഈ രണ്ട് വണ്ടികൾ അടയ്ക്കണല്ലോ. ക്യാമറ കഴിവാറായി, ചെളിയായി. അവിടെ ഇടാൻ പറ്റുമെന്നാ ചിലങ്ങൾ പറയുന്നു.
ഏയ് ഫ്രണ്ട് ചാടരുത്. ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് വെള്ളത്തിൽ പോയി വന്നിട്ട് മീൻ കൊത്തി കഴിഞ്ഞാൽ തീറ്റ കൊടുക്കണ്ടല്ലോ. കാട്ടാടുണ്ട് കേട്ടോ, വെടി വെച്ച് പിടിക്കാറുണ്ട്. കാട്ടാടുണ്ട് ഇവിടെ നമ്മുടെ അതെ ടാറ്റ ടാറ്റ. ഓഫ് റോഡ് ചെയ്യാം. സെറ്റ് 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 സെട്ടോ. എടാ ആ വെള്ളത്തിന് Ain't no last name.
ആ കുഞ്ഞിതിലാണ് നല്ല രസമുണ്ട്.